പായസമാണ്. അതായത് ആദ്യം മത്തങ്ങ നമ്മൾ കഴുകി കട്ട് ചെയ്ത് ഒന്ന് ആവിയിൽ കയറ്റണം. ആവിയിൽ കയറ്റിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതൊരു പാനിലോട്ടിട്ട് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇത് നന്നായിട്ടിത് വഴറ്റണം. കുറച്ച് നേരം എടുക്കണം. നമ്മുടെ ചക്ക വഴറ്റിയതൊക്കെ നമ്മൾ വഴറ്റില്ലേ, അതുപോലെ നമ്മൾ ഇതിനെ ഒന്ന് വഴറ്റി വെള്ളമില്ലാതെ എടുക്കണം. ശർക്കരയാണ്. നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. എത്ര സ്പൂൺ ഇടാം? നമ്മൾ എത്ര സ്പൂൺ ഇടാം? നമ്മളൊരു 5 സ്പൂൺ നമുക്ക് നോക്കിയിട്ട് എന്നിട്ട് വേണമെങ്കിൽ ചേർക്കാം. നല്ലോണം ഇത് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ശർക്കര നല്ലോണം ഇതിനകത്തോട്ട് ശർക്കര പൗഡർ നമ്മൾ വഴന്ന് വന്ന മത്തങ്ങയിലോട്ട് ചേർത്ത് നല്ലൊരു വാസന വരുന്നുണ്ട്. ബ്രൗൺ കളറായി. നല്ലൊരു കളറായി. നെയ്യ് വറുത്തെടുക്കുക. പാകം എല്ലാവർക്കും നെയ്യും മത്തനും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് വരും. അതായത് നെയ്യ് ഇങ്ങനെ നമുക്ക് വിട്ട് മാറി വരും. അപ്പം നമ്മൾ ആ സമയത്ത് തേങ്ങാപ്പാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹോം മെയ്ഡിൻ്റെ കോക്കനട്ട് മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു പായസം ഉണ്ടാക്കാം. ഏറ്റവും പാട് തേങ്ങ പിടിക്കുന്നത് തന്നെയാണ്. അപ്പം അത് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുക. അതിനകത്തോട്ട് ചേരുമ്പോൾ തന്നെ നല്ലൊരു ടെക്സ്ചറിലേക്ക് മട്ടൻ ആവുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എത്ര ഗ്രാമിന് എത്ര ഗ്രാം വേണം, നെയ്യ് എത്ര വേണം, മട്ടൻ എത്ര വേണം, തേങ്ങാപ്പാൽ എത്ര വേണം, ഇത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആവണ വരെ നമ്മൾ ഇതിനെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. തിളപ്പിച്ച് അതായത് ഒരിക്കലും അടിക്ക് പിടിക്കാത്ത രീതിയിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ബിന്ദു പണ്ടേ ഉണ്ടാക്കുന്നതാണോ? ഇതിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പി? അമ്മ ഉണ്ടാക്കുമ്പോൾ മത്തങ്ങ റെസിപ്പി ഒന്നുമില്ല. അമ്മ എനിക്ക് തോന്നുന്നു ക്യാരറ്റ് പായസമാണ് ലാസ്റ്റ് പഠിപ്പിച്ചു തന്നിട്ട് പോയത്, കോവിഡിന് മുന്നേക്കെ. ഓക്കെ. ഇത് ഈ അടുത്ത കാലത്ത് വന്നൊരു റെസിപ്പിയാണ് മത്തങ്ങ കൊണ്ടുള്ള ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ അങ്ങനെ നല്ല സ്മെല്ലും ഉണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്ത് വറുത്ത് ഇടണം. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി കേട്ടോ. ഓക്കെ, അതെ. ഇത് അവസാനം നമ്മൾ തേങ്ങാക്കൊത്ത് വറുക്കുക. നെയ്യിലാണ് ഇത് വറുക്കുന്നത്. നെയ്യിൽ ഇച്ചിരി അധികം വേണം, എന്നാലേ നമുക്കതൊരു കടിക്കും. ഒരു ഇടയ്ക്കൊരു ക്രഞ്ച് അത് കുടിക്കുമ്പോൾ കിട്ടും. അത് കടിക്കുന്ന നല്ലൊരു ടേസ്റ്റാണ്. അപ്പം അങ്ങനെ അത് വറുത്ത് കോരി ഇതിനകത്തോട്ട് ഇടും. തേങ്ങാത്തോട്ടങ്ങ് അങ്ങനെ ഒഴിക്കുകയല്ലേ എടുക്കണം. അപ്പോൾ അവസാനം നമ്മൾ ആ മൂപ്പിച്ച മത്തങ്ങ പായസം കഴിക്കും. റാണി വരൂ ടേസ്റ്റ് ചെയ്യാനായിട്ട്. അത് ടേസ്റ്റർ വരൂ. ഇനി ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ, നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഏലക്കയുടെ. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആണെങ്കിലും ഒരു കുഴപ്പമില്ല. പായസത്തിന് പൊതുവെ അത് ശർക്കര പായസത്തിൽ ഏലക്ക ചിലർക്ക് ഇഷ്ടമാണ്. പണ്ടത്തെ കാലത്ത് ചുക്കാണ് ഉപയോഗിക്കുന്നത്.
അതായത് ഇതിങ്ങനെ നമ്മൾ ഇത്തിരി ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ചുക്കുപൊടി ഇടുമ്പോൾ നമ്മുടെ വയറൊക്കെ ഒന്ന് സെറ്റാവും. അതിനാണ് വയറിൻ്റെ ആരോഗ്യം നോക്കിയിട്ടാണ് പണ്ടത്തെ കാലത്ത് അമ്മൂമ്മമാരൊക്കെ ചുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ചുക്കിൻ്റെ ആ ഗുണങ്ങളും എല്ലാം കിട്ടാനായിട്ട്. ഇപ്പം ചുക്ക് ഉപയോഗിക്കലൊക്കെ വളരെ കുറവാണ്, ചുക്ക് കിട്ടാൻ പാടാണ്, പലർക്കും ചുക്ക് എന്താണെന്ന് അറിയാത്തവരുമുണ്ട്. അപ്പം റാണി ഇതൊന്ന് ടേസ്റ്റ് ചെയ്താലോ? നമ്മുടെ ഗണപതി ആട്ടോ റാണി. അതെ, ഗണപതിക്ക് ആദ്യം അല്ലേണോ? അതറിഞ്ഞാൽ മതി. അപ്പം എല്ലാവരും ഓണത്തിനോ വിശേഷ ദിവസങ്ങൾ എളുപ്പം ഉണ്ടാക്കാം. അതായത് ഇത്രയേ ഉള്ളൂ, ഈ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ശർക്കരപ്പൊടി, നെയ്യ്, തേങ്ങാപ്പാൽ, അതാണ് വലിയൊരു അഭ്യാസം. ആ അഭ്യാസം ഇല്ലെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിന് കിട്ടിയ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഒരു ½ ആൻ അവർ കൊണ്ട് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക.